തമിഴ്നാട്ടിൽ കഴിഞ്ഞ ദിവസമുണ്ടായ സത്യപ്രതിജ്ഞയ്ക്ക് ഇടെ ഈ വന്ദേ മാതരം ആലപിച്ചതുമായി ബന്ധപ്പെട്ടാണ്. അതായത് വിജയ് ഇന്നലെയായിരുന്നു സത്യപ്രതിജ്ഞ ചെയ്ത് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റത്. അതോടൊപ്പം തന്നെ മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു. അതിനിടെയായിരുന്നു ഈ വന്ദേ മാതരവും അതോടൊപ്പം തന്നെ ജനഗണമനയും ആലപിച്ചത്. ഒപ്പം തമിഴ് തായ് വാഴ്ത്ത് പാട്ട്, അത് തമിഴ്നാടിൻ്റെ ഒരു ഗാനം എന്ന നിലയിൽ സംസ്ഥാന ഗാനം ആണ്. സാധാരണ തമിഴ്നാട്ടിൽ ചടങ്ങുകൾ നടക്കുമ്പോഴെല്ലാം ഈ തമിഴ് തായ് വാഴ്ത്ത് തുടക്കത്തിൽ പാടുകയും ചടങ്ങ് അവസാനിക്കുമ്പോൾ ദേശീയ ഗാനം ആലപിക്കുകയും ചെയ്യുക എന്നതാണ് ഒരു രീതി. പക്ഷേ ഇന്നലെ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ വിജയുടെ ആ ചടങ്ങിൽ ഇതായിരുന്നില്ല ഒരു ഓർഡർ എന്നതാണ്. അതിപ്പോൾ വലിയ തോതിൽ വിവാദമാകുന്നു എന്നതാണ്. മാത്രവുമല്ല, ന്യൂസ് ടൈംസ് കഴിഞ്ഞ ദിവസം തന്നെ സൂചിപ്പിച്ചിരുന്നു, ഇപ്പോൾ ഇതാ 120 അംഗങ്ങളുടെ പിന്തുണയുമായി വിജയ് സർക്കാർ രൂപീകരിച്ചുവെങ്കിൽ പോലും ഇനി വിജയുടെ മുന്നോട്ട് പോക്ക് അത്ര എളുപ്പമാകില്ല. കാരണം പല വിഷയങ്ങളിലും TVKയിൽ നിന്ന് വ്യത്യസ്തമായ സമീപനവും നിലപാടുമുള്ള രാഷ്ട്രീയ സംഘടനകൾ ആണ് വിജയ്ക്ക് ഇപ്പോൾ പിന്തുണ നൽകിയിട്ടുള്ളത് എന്നത് ആണ്. ഇപ്പോഴിതാ ഈ തമിഴ് തായ് വാഴ്ത്തുപാട്ട് ആലപിച്ചതുമായി ബന്ധപ്പെട്ട് അത് ദേശീയ ഗാനത്തിന് ദേശീയ ഗീതത്തിനൊക്കെ ശേഷമാണ് ആലപിച്ചത് എന്നത് പോലും വിവാദമായി മാറിയിരിക്കുകയാണ് എന്നതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധി. കടുത്ത വിമർശനമാണ് ഈ വിഷയത്തിൽ DMK ഉന്നയിക്കുന്നത് എന്നതാണ്. പ്രോട്ടോകോൾ ലംഘനമുണ്ടായി എന്ന് CPIയും അടക്കം ഉന്നയിക്കുകയും ചെയ്യുന്നു എന്നതാണ്. അപ്പോൾ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പോലും വിജയ് പ്രതിസന്ധി നേരിടുന്നു എന്ന് മാത്രവുമല്ല, ഘടകകക്ഷികളിൽ നിന്ന് അടക്കമാണ് ഈ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു പക്ഷേ വരും ദിവസങ്ങളിലും സർക്കാരിൻ്റെ മുന്നോട്ട് പോക്കുമായി ബന്ധപ്പെട്ട് ഇനിയുള്ള നീക്കങ്ങൾ വിജയെ സംബന്ധിച്ചിടത്തോളം ഏറെ കരുതലോടുകൂടി ആയിരിക്കണം എന്ന് വ്യക്തമാക്കുന്ന ഒന്ന് തന്നെയാണിത്. ഇതിപ്പോൾ കേന്ദ്രത്തോടുള്ള ഒരു അമിത വിധേയത്വമായി പോയി ഇത്തരത്തിൽ ഈ വന്ദേ മാതരവും ഒക്കെ ആലപിച്ചത് എന്നുള്ളതാണ് മറ്റു പൊളിറ്റിക്കൽ പാർട്ടികളുടെ നിലപാട്. ഈ വിഷയത്തിൽ TVKയോട് വിശദീകരണം തേടുമെന്നൊക്കെ ഘടകകക്ഷികൾ ആവശ്യപ്പെടുന്ന പശ്ചാത്തലം കൂടിയാണുള്ളത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി പൊളിറ്റിക്കൽ ഡെസ്കിൽ നിന്ന് കാർത്തിക് ചേരുന്നുണ്ട്. കാർത്തിക്, തുടക്കത്തിൽ തന്നെ കല്ലുകടി എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതുമാത്രവുമല്ല, ഈ സൂചിപ്പിക്കുന്ന പോലെ നേരത്തെ തന്നെ, അതായത് വിജയുടെ വിജയത്തിന് ശേഷം ഉള്ള നന്ദി പ്രകടനത്തിൽ തന്നെ വിജയ് നരേന്ദ്രമോദിയുടെ പേര് പരാമർശിച്ചിരുന്നു. ഒപ്പം രാഹുൽ ഗാന്ധിയുടേത് അടക്കമുള്ള പേരുകൾ പരാമർശിച്ചിരുന്നു. ഇപ്പോഴിതാ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പോലും കൃത്യമായ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുകയാണല്ലോ. അഭിലാഷ, തീർച്ചയായും വന്ദേ ഭാരതം ആലപിക്കണം എന്ന് ജനുവരി 28-ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ഒരു ഉത്തരവുണ്ടായിരുന്നു. അതായത് ദേശീയ ഗാനത്തിന് മുൻപ് വന്ദേ മാതരത്തിന്റെ ആദ്യ 6 ഖണ്ഡികകൾ വായിക്കണം എന്നതായിരുന്നു, പാടണം എന്നതായിരുന്നു ആ ഉത്തരവ്. പക്ഷേ 2 ദിവസം മുൻപ് ബംഗാളിൽ സമാനമായ വിവാദങ്ങൾ ഉണ്ടായി. പക്ഷേ കഴിഞ്ഞ ദിവസം പശ്ചിമ ബംഗാളിൽ സത്യപ്രതിജ്ഞ ചെയ്ത സുവേന്ദു അധികാരിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്ദേ മാതരം ആലപിച്ചിരുന്നില്ല. അതാണ് ഏറ്റവും ശ്രദ്ധേയം. ഇപ്പോൾ ഇത് തമിഴ്നാട്ടിൽ ഒരു രാഷ്ട്രീയ വിഷയമായി മാറിയിരിക്കുകയാണ്. ഇന്നലെ വിജയുടെ സത്യപ്രതിജ്ഞയിൽ ആദ്യം വന്ദേ മാതരവും പിന്നീട് ദേശീയ ഗാനവും അതിനുശേഷമാണ് തമിഴ്നാടിൻ്റെ സംസ്ഥാന ഗാനമായ തായ് വാഴ്ത്ത് പാടിയത്. ഇതാണ് വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് തമിഴകത്ത് ഭാഷയോടുള്ള അവരുടെ സ്നേഹം അത് എല്ലാ കാലത്തും വളരെ പ്രകടമാണ്. അത് രാഷ്ട്രീയ ആയുധമാക്കുകയാണ് എതിർചേരി എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ TVK നേതാവ് ആദവ് അർജുന ഒരു വിശദീകരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. നിലവിലെ രീതികൾ തുടരും. അതായത് തമിഴ്നാട്ടിൽ പൊതുവെ പൊതുചടങ്ങുകളിൽ ആദ്യം തമിഴ് വാഴ്ത്തും പിന്നീട് ചടങ്ങ് അവസാനിക്കുമ്പോൾ ദേശീയ ഗാനവും, ഇതാണ് പതിവ്. ആ പതിവ് അങ്ങനെ തന്നെ തുടരും. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ ഈ വിവാദങ്ങൾക്ക് മറുപടി അദ്ദേഹത്തിൻ്റെ സമൂഹ മാധ്യമത്തിലെ പോസ്റ്റിൽ നൽകുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. മറ്റൊന്ന്, ഇത് രാഷ്ട്രീയ വിഷയമാക്കി മാറ്റിക്കഴിഞ്ഞു എതിർചേരിയിൽ ഉള്ളവർ. പ്രത്യേകിച്ച് സഖ്യകക്ഷികളിൽ നിന്ന് പോലും വിമർശനം ഉയരുന്ന പശ്ചാത്തലമാണ് ഇപ്പോൾ നേരിടേണ്ടി വരുന്നതും. എന്തായാലും തമിഴകത്ത് ആദ്യ സമ്മേളനത്തിന്, വിജയ് സർക്കാരിൻ്റെ ആദ്യ നിയമസഭാ സമ്മേളനത്തിന് തുടക്കമായി. 17ാം നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ അംഗങ്ങൾ ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏൽക്കുകയാണ്. ഈ MLA-മാരുടെ സത്യപ്രതിജ്ഞകളിൽ ഏറ്റവും ശ്രദ്ധേയമായത് വിജയ് മന്ത്രിസഭയിലെ KA സെങ്കോട്ടയ്യൻ്റെ സത്യപ്രതിജ്ഞയാണ്. പ്രതീകാത്മകമായി ജയലളിതയുടെ ചിത്രം പോക്കറ്റിലിട്ടാണ് സെങ്കോട്ടയ്യൻ സത്യപ്രതിജ്ഞ ചെയ്തത്. 50 വർഷത്തിലധികം അദ്ദേഹം AIADMK അംഗമായിരുന്നു. കഴിഞ്ഞ വർഷമാണ് AIADMK അദ്ദേഹത്തെ പുറത്താക്കിയത്. തുടർന്നാണ് TVKയിലെത്തിയത്. TVKയിലെത്തി വിജയിച്ചു, മന്ത്രിസഭയിലേക്ക് എത്തി. അപ്പോഴും
പോക്കറ്റിൽ ജയലളിതയുടെ ചിത്രവുമായി പ്രതീകാത്മകമായ ഒരു ആദരസൂചകമായി പോക്കറ്റിൽ ജയലളിതയുടെ ചിത്രവുമായാണ് കെ എ സെങ്കോട്ടയ്യൻ സത്യപ്രതിജ്ഞ ചെയ്തത്. എന്തായാലും പ്രോടൈം സ്പീക്കർ MV കറുപ്പയ്യ മുമ്പാകെ വിവിധ MLA മാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുകയാണ്. ഒ പനീർസെൽവം, എടപ്പാടി പളനിസ്വാമി, അതോടൊപ്പം തന്നെ ഉദയനിധി സ്റ്റാലിൻ അടക്കമുള്ളവർ സത്യപ്രതിജ്ഞ ചെയ്തു. ഇനിയും അംഗങ്ങളുണ്ട്. നേരത്തെ അഭിലാഷ് പറഞ്ഞ രാഷ്ട്രീയ വിഷയങ്ങളിലേക്ക് വന്നാൽ വിജയ് സത്യപ്രതിജ്ഞ ചെയ്തു അധികാരമേറ്റു. പക്ഷേ അപ്പോഴും വിജയ്ക്ക് മുന്നിലുള്ള വെല്ലുവിളികൾ അത് നിരവധിയാണ്. ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്ന് അവകാശപ്പെടുമ്പോഴും പല സഖ്യകക്ഷികളും, അതായത് CPM, CPI, VCK അടക്കമുള്ളവർ പുറത്തു നിന്നാണ് ഈ TVK സർക്കാരിന് പിന്തുണ നൽകുന്നത്. സ്വാഭാവികമായും വരുന്ന ആളുകളിൽ നയപരമായ പല തീരുമാനങ്ങളും സർക്കാരിന് കൈക്കൊള്ളേണ്ടി വരും. ഇപ്പോഴും DMK ഉൾപ്പെടുന്ന SPA അലയൻസിൻ്റെ ഭാഗമായി നിൽക്കുന്നു എന്ന് CPM-ഉം CPI-യും VCK-യും പറയുമ്പോൾ ഈ നയപരമായ കാര്യങ്ങളിൽ അവരെ കൂടി ചേർത്ത് കൊണ്ടുപോവുക വലിയ വെല്ലുവിളിയാകും. അതിനോടൊപ്പം തന്നെ ആദ്യത്തെ വെല്ലുവിളി വരുന്ന ബുധനാഴ്ചയ്ക്കകം നിയമസഭയിൽ സർക്കാരിൻ്റെ ഭൂരിപക്ഷം തെളിയിക്കണം എന്നതാണ്. 120 അംഗങ്ങളുടെ പിന്തുണയാണ് ഇപ്പോൾ ഉള്ളത്. അതിൽ 3 സഖ്യകക്ഷികൾ പുറത്തുനിന്ന് പിന്തുണയ്ക്കുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വലിയ പ്രതിസന്ധികൾ അവിശ്വാസ വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട് മുന്നിലില്ല. പക്ഷേ അപ്പോഴും ദീർഘകാല അടിസ്ഥാനത്തിൽ പലതരത്തിലുള്ള പ്രതിസന്ധികൾ വിജയ്ക്ക് നേരിടേണ്ടി വരും. അതിൽ ഒന്ന് ഭരണപാടവത്തിൽ പരിചയക്കുറവുണ്ട്. മാത്രമല്ല വിജയ് മന്ത്രിസഭയിലെ പല അംഗങ്ങളും പുതുമുഖങ്ങളാണ്. മാത്രമല്ല വിജയ്ക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്യുന്ന 98-99 MLA-മാരും നിയമസഭയിലേക്ക് തന്നെ എത്തുന്നത് ആദ്യമാണ്. അപ്പോൾ അത്തരത്തിൽ ഒരു പരിചയക്കുറവ്, ഭരണപരമായ നൈപുണ്യം, ഈ കാര്യങ്ങളിലൊക്കെ വരും നാളുകളിൽ വിജയ് ആ പ്രതിസന്ധികളെ എങ്ങനെ മറികടക്കും എന്നതും നിർണായകമാണ്. എന്തായാലും ശക്തമായ പ്രതിപക്ഷമാണ്. പ്രതിപക്ഷത്തോട് ആഭിമുഖ്യം പുലർത്തുന്ന സർക്കാരിനെ പിന്തുണയ്ക്കുന്ന ഒരു ചെരിയിപ്പുറത്തും, അതായത് CPM, CPI, VCK ഇവരെ ഒന്നിച്ചു കൊണ്ടുപോവുക അതൊരു വലിയ വെല്ലുവിളി തന്നെയായിരിക്കും. എന്തായാലും സത്യപ്രതിജ്ഞാ ചടങ്ങിന് ശേഷം വളരെ സുപ്രധാനമായ ജനപ്രിയ തീരുമാനങ്ങളൊക്കെ വിജയ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ സംബന്ധിച്ച ഉത്തരവുകളിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രത്യേക സ്ക്വാഡ് സിംഗപ്പെണ്ണ് അത് വലിയ തോതിൽ സമൂഹ മാധ്യമങ്ങളിലടക്കം ചർച്ചയാവുകയാണ്. അങ്ങനെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് ശേഷം വന്ദേമാതരം ആലപിച്ചതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, ഒപ്പം നിലവിൽ മുന്നിലുള്ള രാഷ്ട്രീയ പ്രതിസന്ധികൾ, ഇതൊക്കെ വിജയുടെ മറുപടി എന്താകും എന്നത് ശ്രദ്ധേയമായി ഉറ്റുനോക്കുന്നു. എന്തായാലും TVK നേതാവ് ആദവ് അർജുൻ്റെ വിശദീകരണം ഇപ്പോൾ വന്നിട്ടുണ്ട്. ആ വിശദീകരണത്തിൽ നിലവിലുള്ള സ്ഥിതി തുടരും. അതായത് കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട പലതരത്തിൽ വാർത്തകൾ പ്രചരിച്ചിരുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.